തെരുവു പൂച്ചകൾക്കായി ഒരു നഗരം. 2 ലക്ഷം മുതൽ 1 ദശലക്ഷത്തിലധികം തെരുവു പൂച്ചകൾ വരെ ഇസ്താംബൂളിലുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു. പൂച്ചകളെ ദ്രോഹിക്കുന്നതും സ്വകാര്യ വളർത്തുപൂച്ചയാക്കി മാറ്റുന്നതും കുറ്റകരമാണ്. 6 മാസം മുതൽ 4 വർഷം വരെ തടവ് ശിക്ഷ കിട്ടും. ഓട്ടോമൻ സാമ്രാജ്യകാലത്ത് ഇസ്താംബൂളിലെ ഭൂരിഭാഗം വീടുകളും മരം കൊണ്ടുള്ളതായിരുന്നു. എലികൾക്ക് കഴിയാനും എണ്ണം വർദ്ധിക്കാനും വീടുകൾ ഇടവരുത്തിയെന്ന വിശ്വാസത്തിൽ നഗരത്തിൽ പൂച്ചകളുടെ സാന്നിധ്യം അന്നത്തെ നഗരപാലകർ അനിവാര്യമാക്കി. നഗരത്തിൽ പലയിടങ്ങളിലും തെരുവു പൂച്ചകൾക്കായി ചെറിയ ക്യാറ്റ് ഹൗസുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. പൂച്ചകൾക്ക് ഭക്ഷണം നൽകുന്നതിന് നഗരവാസികൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ ഭക്ഷണവും വെള്ളവും പാത്രങ്ങളിൽ വയ്ക്കും. മുനിസിപ്പാലിറ്റി നഗരത്തിന്റെ പല ഭാഗങ്ങളിലും പൂച്ചകൾക്കുള്ള ഭക്ഷണത്തിനായി വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. പൗരന്മാർ ഈ മെഷീനുകളിൽ പണം നിക്ഷേപിച്ച് ഭക്ഷണം വാങ്ങി പൂച്ചകൾക്ക് വിതരണം ചെയ്യുന്നു. മുനിസിപ്പാലിറ്റി ശമ്പളം കൊടുത്ത് പൂച്ച സംരക്ഷണത്തിന് വളണ്ടിയർമാരെ നിയമിച്ചിരിക്കുന്നു. ഒപ്പം വെറ്റിനറി ഡോക്ടർമാരും ക്ലിനിക്കുകളും മൊബൈൽ മെഡിക്കൽ വാനുകളും നഗരത്തിൽ പലയിടത്തായി സജ്ജമാക്കിയിട്ടുണ്ട്. ഓട്ടോമൻ ഭരണകാലത്താണ് പൂച്ച സംരക്ഷണം സർക്കാർ ഏറ്റെടുക്കുന്നത്. നഗരത്തിൽ പെരുകി നാശം വിതച്ച എലികളെ നേരിടാനായിരുന്നു തുടക്കത്തിൽ പൂച്ചകളെ വളർത്തിയത്. അത്രയും ഇണക്കമുള്ള ഈ ജീവികൾ പിന്നീട് നഗരത്തിന്റെ തന്നെ സ്വത്തായി. പേരിൽ പ്രശസ്തരായ അനേകം പൂച്ചകൾ ഇസ്താംബൂളിലുണ്ട്. അങ്ങനെയൊന്നാണ് ഹാഗിയ സോഫിയയിത്തില ജിൽ. ഇൻസ്റ്റഗ്രാമിൽ 12,000 ഫോളോവേഴ്സ് ഉണ്ട്. ബറാക് ഒബാമ താലോലിച്ചതോടെയാണ് ജിൽ ഇന്റർനെറ്റ് സെൻസേഷൻ ആയത്. 2020 ചത്തുപോയി. ഇതേപോലെ പ്രശസ്തരായ പൂച്ചകൾക്കായി നഗരത്തിൽ പലയിടത്തും പ്രതിമകളും ഉയർത്തിയിട്ടുണ്ട്. പൂച്ച സംരക്ഷണം ജോലിയായി സ്വീകരിച്ചവരെ ക്യാറ്റ് സിറ്റേഴ്സ് എന്ന് വിളിക്കുന്നു. ഈജിപ്തിൽ നിന്നാണ് പൂച്ചകൾ ആദ്യമായി തുർക്കിയിലെത്തിയത്. ടൂറിസ്റ്റുകൾക്കായി ഇവർ നിരന്തരം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നു. കപ്പലുകളിൽ എലിശല്യം നിയന്ത്രിക്കാനും ഇവയെ കടൽ യാത്രികർക്കൊപ്പം കൂട്ടും. തിരിച്ചെത്തുന്ന കപ്പൽ നങ്കൂരമിടുന്നതോടെ ഇവ നഗരത്തിലേക്ക് പോകും.